ഈ ഒരു വേൾഡ് കപ്പിൽ പോർച്ചുഗലിൻ്റെ രണ്ടാമത്തെ മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ്. ഉസ്ബെക്കിസ്ഥാനെതിരെയാണ് പോർച്ചുഗൽ കളിക്കേണ്ടതും. ആദ്യ കളിയിൽ DR കോങ്കോയോട് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള റിസൾട്ടാണ് പോർച്ചുഗൽ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ കളിയിൽ വിജയിച്ചേ പറ്റൂ. ജീവൻ മരണ പോരാട്ടമാണ്. കാരണം തോൽക്കുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനോട് തോൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ഒരു അട്ടിമറി സംഭവിക്കുകയാണെങ്കിൽ പോർച്ചുഗൽ പുറത്താവാനുള്ള സാധ്യതകൾ വരെ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. സോ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഇന്നൊരു നിർണായക മത്സരത്തിനായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഏതായാലും കഴിഞ്ഞ 10 മേജർ ടൂർണമെന്റ് മാച്ചസിൽ റൊണാൾഡോയ്ക്ക് ഗോളടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കണക്ക് കൂടിയുണ്ട്. അതുകൂടി ഇന്ന് CR7 തിരുത്തി എഴുതും എന്നുള്ള വിശ്വാസത്തിലാണ് ആരാധകരും കാത്തിരിക്കുന്നത്. അതെ, ഏതായാലും പോർച്ചുഗലിന്റെ ലൈനപ്പ് എങ്ങനെയായിരിക്കും? കഴിഞ്ഞ മത്സരം സ്റ്റാർട്ട് ചെയ്ത ഡിഫൻഡറായിട്ടുള്ള തോമസ് അറോഹോ ഇന്നത്തെ മത്സരം കളിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതുകൊണ്ട് തന്നെ പോർച്ചുഗലിന്റെ ലൈനപ്പിൽ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 11 ഇങ്ങനെയാണ്: ഡിയാഗോ കോസ്റ്റ, ന്യൂനോ മെൻഡസ്, അതേപോലെ റെനാറ്റോ വൈഗ, റൂബൻ ഡിയാസ്, അതേപോലെ ജാവോ കാൻസെലോ, വിറ്റീഞ്ഞ, റൂബൻ നെവസ്, പെഡ്രോ നെറ്റോ, ബ്രൂണോ ഫെർണാണ്ടസ്, പിന്നെ ബെർണാഡോ സിൽവയും. കോൺസിസാവോയെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളത് കണ്ടതെന്ന് അറിയേണ്ടതാണ്. മുന്നേറ്റ നിരയിൽ ഗോളടിക്കാൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും. ഇന്ന് CR7 സംഘവും പൊളിച്ചടുക്കിക്കൊണ്ട് ഗംഭീര വിജയം സ്വന്തമാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.